നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇല്ലെങ്കിൽ മോനെ എന്താടാ പ്രശ്നം? ഇയാള് ദേവൂട്ട് വെച്ച വീഡിയോയിലൂടെ ആർക്കോ കാണിച്ചു കൊടുക്കായിരുന്നു. ആരാന്ന് ചോദിച്ചിട്ട് ഇയാൾ പറയുന്നില്ല. സത്യം പറയണോ? മതി, നിർത്ത്. ചേച്ചി അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ ചേച്ചിയുടെ ഒരു കാര്യത്തിൽ ഇടപെടണ്ടെന്ന്. ചേച്ചി ചേച്ചി ഞാൻ എന്ത് ചെയ്തിട്ടാ? താനിപ്പോ പോ, നമുക്ക് പിന്നെ സംസാരിക്കാം. ആ പയ്യൻ പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അയാൾ പറഞ്ഞത് സത്യമാ. വീഡിയോ കോളിലൂടെ ഞാൻ ദേവൂട്ടിയെ ഒരാൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അത് വേറാരുമല്ല, സന്ദീപ് സാറിന്റെ അമ്മയായിരുന്നു, ശ്രീകല മേഡം. ആ മുരളി പിന്നെ ഇതുവരെ വിളിച്ചില്ലല്ലോ. ഇനി എന്തേലും കുഴപ്പം പറ്റിക്കാണോ? രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം. ഇതാ കണ്ടോ, മേഡം വീണ്ടും വിളിക്കുന്നു. മോളെ കാണാനാവും. ഞാൻ എന്താ വേണ്ടത്? മോൾ അറിഞ്ഞിട്ട് തന്നെയാ വിളിക്കുന്നതെന്ന് മേഡത്തിനോട് പറയണമെന്ന്. ഓക്കെ മേഡം. ആ മുരളി, എന്താ ഇത്? എന്റെ കോള് പെട്ടെന്ന് കട്ടായത്. അവിടെ എന്തേലും പ്രശ്നമുണ്ടോ? അതെ മേഡം, ഞാൻ വീഡിയോ കോൾ ചെയ്തത് ആ പയ്യൻ തെറ്റിദ്ധരിച്ചു. ഓ, സാരമില്ല. ഞാൻ പിന്നെ ദേവൂട്ടിയോട് നേരിട്ട് സംസാരിച്ചു. അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദേവൂട്ടി എൻ്റെ കൂടെയുണ്ട്. മേഡം സംസാരിച്ചോളൂ. മോളെ ദേവൂട്ടി, നിനക്ക് സുഖമല്ലേ? സന്ദീപ് നിന്റെ കാര്യങ്ങളെല്ലാം എന്നോട് വിസ്തരിച്ച് പറഞ്ഞായിരുന്നു. മോളെ, അതൊക്കെ കേട്ട് ഞാൻ ആകെ വിഷമിച്ചു പോയി. അവൻ പറഞ്ഞത് കേട്ടപ്പോ ഇനി ഒരിക്കലും നിന്നെ കാണാൻ കഴിയില്ലെന്നാ ഞാൻ വിചാരിച്ചത്. സാക്ഷാൽ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. നന്നായി മോളെ, സന്തോഷമായി. മോളെ, നിന്റെ അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അസുഖമൊക്കെ മാറി വരുന്നുണ്ടോ? നിന്റെ അച്ഛന് വേണ്ടി ഞാൻ ദേവിയോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഊട്ടി. ഈ സമയദോഷമൊക്കെ മാറും, വിഷമിക്കണ്ട. അല്ല, നീ എന്താ സന്ദീപിന്റെ കാര്യമൊന്നും ചോദിക്കാത്തത്? ദൈവം സഹായിച്ച് അവൻ നല്ല ഹാപ്പിയായി ഇരിക്കുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളും കമ്പനിയിലെ കാര്യങ്ങളും ഒക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടിപ്പം. ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ കൂടിയാ ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത്. അതെ, സന്ദീപിന്റെ കല്യാണം ഉറപ്പിച്ചു. ശ്യാമിലി എന്ന പെൺകുട്ടിയുടെ പേര് ഒറ്റ നോട്ടത്തിൽ കണ്ട അവള് നിന്നെപ്പോലെ തന്നെയാ. അതുകൊണ്ടാവും ആദ്യം കണ്ടപ്പോ തന്നെ സന്ദീപിന് ശ്യാമിലി അങ്ങ് ഇഷ്ടായത്. ആ കല്യാണത്തിന് അവൻ നിന്നെ ക്ഷണിക്കുവേ. നിനക്ക് അവിടുന്ന് വരാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എന്നാലും നീ അവന് വേണ്ടി മൂകാംബിക അമ്മയെ മനമുരുകി ഒന്ന് പ്രാർത്ഥിക്കണേ മോളെ. ആ പിന്നെ അവന്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിനാന്നറിയോ? നിന്റെ വീട്ടുകാരോടും കൂടി ആലോചിച്ച് നിനക്ക് നല്ലൊരു ചെക്കനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ. കല്യാണത്തിന്റെ ഫുൾ ചെലവും ഞങ്ങളുടെ വക. എന്താ, സന്തോഷായില്ലേ നിനക്ക്?
മോളെ ഞാൻ അത് പിന്നെ